വചനദീപം. ഇന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസ് 9-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ എന്നും ചിലർ ഏലിയാവ് എന്നും മറ്റു ചിലർ പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന്, ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ഇതാരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായിട്ട് കൽപ്പിച്ചു. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട് സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പ്രാർത്ഥിച്ച സമയത്ത് ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം താൻ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു? ആളുകൾ യേശുവിൻ്റെ പ്രസംഗം കേട്ടു, അത്ഭുതങ്ങൾ കണ്ടു. ഇതേ അധ്യായത്തിൽ തന്നെ 5000-ത്തിലധികം ആളുകൾ താൻ കൊടുത്ത ഭക്ഷണം കഴിച്ചു. ഇതിനൊക്കെ ശേഷം ആളുകൾക്ക് യേശുവിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതറിയുവാൻ യേശുവിന് താല്പര്യമുണ്ടായിരുന്നു. ശിഷ്യന്മാർ പല ഉത്തരങ്ങൾ അതിന് കൊടുക്കുകയും ചെയ്തു. ആ ഉത്തരങ്ങൾ പരിശോധിക്കുന്നതിന് മുൻപ് യേശുവിൻ്റെ ഈ ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. യേശുവിനെക്കുറിച്ച് ആളുകൾ എന്തു പറയുന്നു? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ പോരാ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു വ്യക്തി യേശുവിനെക്കുറിച്ച് എന്തു ചിന്തിക്കുന്നു എന്നത്. യേശു ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന ദൈവമാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് ഒരു സാധാരണ കുടുംബത്തിൽ വളർന്ന് 30 വയസ്സുവരെ ഒരു സാധാരണ തൊഴിൽ ചെയ്ത് ജീവിച്ചയാൾ 30-ാം വയസ്സിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. 30 വയസ്സുവരെ പറയത്തക്ക പ്രത്യേകതകളൊന്നും ആർക്കും തോന്നാതിരുന്ന ഒരു വ്യക്തി. ചില അപവാദങ്ങൾ അതിനുണ്ട്. എങ്കിലും പൊതുവെ ആളുകൾ പറഞ്ഞു, ഇത് തച്ചൻ്റെ മകനല്ലയോ, ഇവൻ്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞത് യേശുവിനെക്കുറിച്ചാണ്, അവൻ്റെ സ്വന്തം നാട്ടിലുള്ള ആളുകൾ. ഈ യേശുവിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് പല ആളുകളും ചോദിച്ചു. അതിൻ്റെ അർത്ഥം, ചിലർ നോക്കുമ്പോൾ അസാധാരണമായി ഒന്നും യേശുവിൽ കാണാനില്ലായിരുന്നു, സാധാരണ മനുഷ്യൻ. എന്നാൽ അവൻ്റെ പഠിപ്പിക്കലുകൾ നിസ്തുല്യമായിരുന്നു, അവൻ്റെ ജീവിതം നിസ്തുല്യമായിരുന്നു, അവൻ്റെ അത്ഭുതങ്ങളും നിസ്തുല്യമായിരുന്നു. താൻ ഇതൊക്കെ പുരുഷാരത്തെ ആ നാട്ടിലുണ്ടായിരുന്ന ആളുകളെ അറിയിച്ചതിന് ശേഷമാണ് താൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ആളുകൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? യേശുവിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഏതെങ്കിലുമൊക്കെ നിലയിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ആളുകൾ അറിഞ്ഞിട്ടുണ്ട്. ഈ അറിവ് അല്ല യേശു എന്താണ് എന്നറിയുവാൻ ഉദ്ദേശിക്കുന്നത്.
ആളുകൾ യേശുവിനെ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് അറിയുവാൻ യേശുവിന് ആഗ്രഹമുണ്ട്. ഞാൻ ഒരു പടി കൂടി കടന്നു പറയട്ടെ. ഒരു വ്യക്തി യേശുവിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മനുഷ്യൻ്റെ നിത്യത, മരണാനന്തര ജീവിതം. ബൈബിൾ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നും വിടുതൽ നേടുവാൻ, നിത്യരക്ഷയ്ക്ക് അവകാശിയായി തീരുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശുവിൻ്റെ നാമമേ ഉള്ളൂ. ഇത് വിശ്വസിക്കുവാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാ ആളുകൾക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത്, പുരുഷാരം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? താങ്കൾ യേശുവിനെക്കുറിച്ച് എന്ത് പറയുന്നു? യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുകയും ജീവിതത്തിൻ്റെ ഉടമസ്ഥനും ദൈവവുമായി യേശുവിനെ അംഗീകരിക്കുകയും ചെയ്താൽ താങ്കൾക്കും നിത്യജീവൻ ലഭിക്കും. അത് താങ്കളുടെ സ്വാതന്ത്ര്യമാണ്, താങ്കളുടെ തീരുമാനമാണ്. അത് വേറെ ആർക്കും വേറെ ഒന്നിനും സ്വാധീനിക്കാൻ കഴിയാത്തതാണ്. നിങ്ങൾ സ്വയമായി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം. നിങ്ങൾക്ക് യേശുവിനെ സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം യേശു തന്നെ നിങ്ങൾക്ക് നൽകുന്നു. യേശുവിൻ്റെ ചോദ്യം, പുരുഷാരം എന്നെക്കുറിച്ച് ഞാൻ ആരെന്ന് പറയുന്നു? അതേ ചോദ്യം ഇന്ന് യേശു താങ്കളോടും ചോദിക്കുന്നു. താങ്കൾ യേശുവിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? ശിഷ്യന്മാരുടെ ഉത്തരം, അതിൽ 3 പേരുകൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഒന്ന്, യോഹന്നാൻ സ്നാപകൻ എന്നാണ് പുരുഷാരം പറയുന്നത് എന്ന് ശിഷ്യന്മാർ ആദ്യം പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ യേശുവിനേക്കാൾ വെറും 6 മാസം മാത്രം പ്രായം കൂടുതലുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് തൊട്ട് മുമ്പായിരുന്നു. വലിയ പ്രസംഗകനായിരുന്ന യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം കേൾക്കാൻ പുരുഷാരം മരുഭൂമിയിൽ ചെന്നു. വളരെ പ്രസിദ്ധനായ പ്രസംഗകൻ മാത്രമല്ല, അന്നത്തെ രാജാവിനെ വിമർശിക്കുക വഴി ജയിലിലടയ്ക്കപ്പെടുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്ത പ്രവാചകൻ. യോഹന്നാൻ സ്നാപകനെ കൊന്ന ഹെരോദ രാജാവ് യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ അത് യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റതാണ് എന്ന് ഓർത്ത് ഭയപ്പെട്ടു, ചഞ്ചലിച്ചു എന്ന് ഇതേ അധ്യായത്തിൽ നാം വായിച്ചതാണ്. പുരുഷാരവും അതിൽ പലരും യേശു യോഹന്നാൻ സ്നാപകൻ ആണ് എന്ന് വിശ്വസിച്ചു. രണ്ടാമത്തെ ഉത്തരം ഏലിയാവാണ് എന്നാണ്. ചില ആളുകൾ പറയുന്നത് ഇത് ഏലിയാവ് വീണ്ടും ഈ ഭൂമിയിൽ വന്നതാണെന്നാണ്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഭൂരിപക്ഷം യഹൂദ പണ്ഡിതന്മാരും വിശ്വസിച്ചിരുന്നത് മിശിഹ വരുന്നതിന് തൊട്ടു മുമ്പ് ഏലിയാവ് വരുമെന്നാണ്. അപ്പോൾ യേശുവിൻ്റെ പഠിപ്പിക്കലുകളും തൻ്റെ അത്ഭുതങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ ഏലിയാവിനെ പോലെ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്, ഇത് ഒരുപക്ഷെ ഏലിയാവായിരിക്കും, മിശിഹ ഇത് കഴിഞ്ഞ ഉടനെ വരുമായിരിക്കും എന്ന് വിശ്വസിച്ച ചില ആളുകളുണ്ട്. അവരും യേശു മിശിഹയാണ്, ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചില്ല. അവരുടെ മൂന്നാമത്തെ ഉത്തരം, പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റത്. ഏലിയാവ് എന്ന് പറഞ്ഞില്ല, പുരാതന പ്രവാചകന്മാർ. യഹൂദന്മാരുടെ കണക്ക് വെച്ച് ഏറ്റവും പുരാതന പ്രവാചകൻ മോശയാണ്. ഏറ്റവും പുരാതന പ്രവാചകൻ മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനും മോശയാണ്. മോശയെപ്പോലെ ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കും എന്ന് അവർ വിശ്വസിച്ചിരുന്നുവല്ലോ. അപ്പോൾ ഈ പുരാതന പ്രവാചകൻ എന്ന് അവർ പറഞ്ഞത് ഒരു പക്ഷേ മോശയെക്കുറിച്ചായിരിക്കും, മോശ ഉയർത്തെഴുന്നേറ്റതായിരിക്കും എന്നായിരിക്കാം ആ കൂട്ടർ പറഞ്ഞത്. ഈ 3 ഉത്തരങ്ങളും കേട്ടതിന് ശേഷം യേശു അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചില്ല. താൻ ആ ചോദ്യം തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? അതിൻ്റെ ഉത്തരം പത്രോസാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അതൊരു ഗ്രീക്ക് വാക്കാണ്, ക്രൈസ്റ്റ്, ക്രിസ്റ്റോസ്. അതിൻ്റെ എബ്രായ പദമാണ് മെസിഹ, അഭിഷിക്തൻ. ഇത് രണ്ടും ഒരേ വാക്ക് തന്നെയാണ്. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു.
മിശിഹ വരുമെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. മിശിഹ ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ദൈവത്തോട് സമനായവനാണെന്നൊക്കെ അവർക്കറിയാമായിരുന്നു. എങ്കിലും ഈ തച്ചൻ്റെ മകനായ സാധാരണക്കാരനായ യേശു മിശിഹയാണെന്ന് വിശ്വസിക്കുവാൻ ആ നാട്ടിലുണ്ടായിരുന്ന മത നേതാക്കളോ സാധാരണക്കാരായ ആളുകളിൽ പലരോ തയ്യാറായില്ല. എന്നാൽ പത്രോസ് പറയുന്നു, നീ ദൈവത്തിൻ്റെ അഭിഷിക്തനായ ക്രിസ്തുവാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. യേശു ദൈവത്തിൻ്റെ അഭിഷിക്തനായ ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കുന്നത് നിത്യജീവൻ ലഭിക്കുവാൻ ഇടയാകും. യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയത് അതിനുവേണ്ടിയാണല്ലോ. യേശു ആരാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം, വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകണം. യേശു ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അതാണ് യോഹന്നാൻ്റെ ഉദ്ദേശം. പത്രോസ് അത് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ശിഷ്യന്മാരെല്ലാവരും യേശു ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് വിശ്വസിച്ചു. ലൂക്കോസ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, അതായത് 20-ാം വാക്യത്തിൽ, ഇതാരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായിട്ട് കൽപ്പിച്ചു. അതിനുശേഷം മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിയർ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും വേണം എന്നും പറഞ്ഞു. എന്തുകൊണ്ടാണ് യേശു ഇതാരോടും പറയരുതെന്ന് പറഞ്ഞത്? യഹൂദന്മാർ യേശു മിശിഹയാണ് എന്ന് മനസ്സിലാക്കിയാൽ അവർ വിശ്വസിച്ചിരുന്നത് മിശിഹ വന്നാൽ മിശിഹ അവർക്ക് രാജ്യം സ്ഥാപിച്ചു കൊടുക്കും, മാത്രമല്ല അവരെ അടിമകളായി വെച്ചിരുന്ന റോമൻ ഭരണകൂടത്തെ താൻ മാറ്റും, രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം ലഭിക്കും. യേശു മിശിഹയാണെന്ന് പറഞ്ഞാൽ ആളുകൾ അവൻ്റെ പിന്നാലെ കൂടി അവനെ രാജാവാക്കാൻ ശ്രമിക്കും. യേശു വന്നതിൻ്റെ ഉദ്ദേശം അതല്ല, രാജ്യം സ്ഥാപിക്കുകയല്ല, മറിച്ച് അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനാണ് താൻ വന്നിരിക്കുന്നത്. താൻ ത്യജിക്കപ്പെടണം, കഷ്ടമനുഭവിക്കണം, മരിക്കണം, ഉയർത്തെഴുന്നേൽക്കണം. അതാണ് തൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ഉദ്ദേശം. അതിന് തുരങ്കം വയ്ക്കുന്ന നിലയിൽ കാര്യങ്ങൾ മാറുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഇത് ഇപ്പോൾ ആരോടും പറയരുത് എന്ന്. എന്നിട്ട് താൻ പറഞ്ഞത് തനിക്ക് ഉടനെ ഉണ്ടാകുവാൻ പോകുന്ന കാര്യങ്ങൾ, പലതും സഹിക്കുക, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും തന്നെ തള്ളിക്കളയുക, കൊല്ലുക, എന്നാൽ 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പ്രതികരിച്ചു. അത് മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. പത്രോസ് യേശുവിനെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞു, അങ്ങനെ നിനക്കൊരു നാളും സംഭവിക്കരുത്. നമുക്കറിയാം പത്രോസിൻ്റെ ആ പ്രതികരണത്തെ കർത്താവ് ശാസിച്ചതായി മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. സാത്താനെ എന്നെ വിട്ടുപോകും, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളതത്ര ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞ് പത്രോസിനെ ശകാരിച്ചു. എന്നാൽ ആ കാര്യം ലൂക്കോസ് ഇവിടെ എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് താനത് എഴുതാതിരുന്നത് എന്നത് വ്യക്തമല്ല. എങ്കിലും നമുക്ക് അനുമാനിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, യേശു ക്രൂശിൽ മരിക്കുന്നതിന് മുൻപ് ശിഷ്യന്മാർക്ക് മരണത്തെക്കുറിച്ചോ തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചോ ഒന്നും മനസ്സിലായിരുന്നില്ല. അതുകൊണ്ടാണ് പത്രോസ് അങ്ങനെ പ്രതികരിച്ചത്. പത്രോസിനെ യേശു ശാസിച്ച കാര്യം മത്തായി എഴുതിയിട്ടുമുണ്ട്. എന്നാൽ ലൂക്കോസ് ഈ സുവിശേഷം എഴുതുമ്പോൾ പത്രോസിന് കാര്യം മനസ്സിലായി. പത്രോസ് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും തൻ്റെ അടക്കത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പ്രസംഗിച്ച് നടക്കുകയാണ്. പത്രോസിന് കാര്യം മനസ്സിലായി. പത്രോസിനെ ഇനി ശാസിക്കേണ്ട കാര്യമില്ല, അതിനി പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുന്നവരായ നമ്മൾ, അല്ലെങ്കിൽ തിയോഫിലോസിന് ശേഷം വായിച്ച മറ്റുള്ള ആളുകൾ, അവർ ഈ കാര്യം മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ലൂക്കോസ് യേശു സഹിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എഴുതിയതിന് ശേഷം 22-ാം വാക്യത്തിൽ പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരോട് എല്ലാവരോടും പറഞ്ഞു. അത് തിയോഫിലോസും ഇന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുന്ന നമ്മളും കേൾക്കണം. എല്ലാവരോടും താൻ എന്താണ് പറഞ്ഞത്? എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശുവിൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യമാണ് താനവിടെ പറയുന്നത്. ഇത് 12 ശിഷ്യന്മാർക്കുള്ള സന്ദേശമല്ല.
എല്ലാവരോടും പറഞ്ഞ സന്ദേശമാണ്. എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അത് ആര് വേണമെങ്കിലും ആകാം. ഇന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുന്ന താങ്കളോടും കൂടിയാണ് ഇത് പറയുന്നത്. താങ്കൾക്ക് യേശുവിൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹമുണ്ടോ? താങ്കൾ അങ്ങനെ ഇച്ഛിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ യേശുവിടെ പറയുകയാണ്. അത് ചെയ്യാതെ യേശുവിൻ്റെ ശിഷ്യനാകാൻ പറ്റുമെന്ന് ആരും ചിന്തിക്കരുത്. എന്താണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമത്, തന്നെത്താൻ നിഷേധിക്കുക. ഈ ലോകത്തിൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? ചിലർ പറയും ദൈവമാണെന്നൊക്കെ. അത് വെറുതെയാണ്. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ജീവിക്കുന്നു. അത് ദൈവമല്ല, അത് അവൻ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഞാനാണ്. എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് ഞാനാണ്. ഞാനാണ് എൻ്റെ ജീവിതത്തെ ഭരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. തന്നെത്താൻ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള എൻ്റെ അവകാശം വേണ്ടെന്ന് വയ്ക്കുക. അതാണ് തന്നെത്താൻ നിഷേധിക്കുക എന്ന് വെച്ചാൽ. എനിക്ക് എൻ്റെ ജീവിതത്തിന്മേലുള്ള അവകാശം വേണ്ടെന്ന് വയ്ക്കുക. രണ്ടാമത്, നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങളൊരു കാര്യം ചെയ്യണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്നല്ല, എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണമെന്നല്ല, എല്ലാ ദിവസവും സുവിശേഷം പറയണമെന്നല്ല. എല്ലാ ദിവസവും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. ഈ തൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ക്രൂശല്ല, യേശുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നയാളുടെ ക്രൂശാണ്. എന്താണ് ക്രൂശ് എന്ന് പറഞ്ഞാൽ? പലരും അവരുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടിനെ, ബുദ്ധിമുട്ടിനെ ക്രൂശെന്ന് പറയും. ചിലർ അവരുടെ ജീവിത പങ്കാളിയെ അതൊരു കുരിശാണെന്ന് പറയും. ഭാര്യ കുരിശാണെന്ന് പറയുന്ന ഭർത്താവ് കുരിശാണെന്ന് പറയുന്ന ഭാര്യയുമുണ്ട്. മക്കൾ കുരിശാണെന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കൾ കുരിശാണെന്ന് പറയുന്ന മക്കളുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. യേശു ഇത് പറഞ്ഞ കാലത്ത് ക്രൂശ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, പരമാവധി ശിക്ഷ, വധശിക്ഷ കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ്. ഒരു വ്യക്തി ക്രൂശ് എടുത്താൽ അതിൻ്റെ അർത്ഥം അവൻ കൊല്ലപ്പെടാൻ പോവുകയാണെന്നാണ്. എന്നുവെച്ചാൽ അവൻ തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കണക്കുകളും തീർത്തു, ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തു, കുടുംബക്കാരോടും ബന്ധുക്കളോടും അവസാനമായി യാത്ര പറഞ്ഞു, തൻ്റെ വില്ലെഴുതി. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ക്രൂശ് എടുക്കുന്നത്. അവൻ മടങ്ങി വരില്ല. ക്രൂശ് എടുത്ത വ്യക്തി നടന്നു തിരിച്ചു വരില്ല. അവൻ്റെ ശവമേ മടങ്ങി വരൂ. മരിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് ക്രൂശ് എടുക്കുന്നത്. യേശു പറഞ്ഞു, എൻ്റെ ശിഷ്യനാകാൻ മനസ്സുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവണം. അതിനുശേഷം താൻ പറഞ്ഞു, ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ യേശു നയിക്കുന്ന വഴിയെ പോകുവാൻ തയ്യാറാവുക. ഇതാണ് ഒരു ശിഷ്യൻ്റെ ഗുണം. ഇങ്ങനെ ചെയ്യാൻ മനസ്സില്ലാത്ത ഒരാൾക്ക് ശിഷ്യനാകാൻ കഴിയില്ല എന്നാണ് യേശു പറഞ്ഞത്. തന്നെത്താൻ ത്യജിക്കണം, മരിക്കാൻ തയ്യാറാകണം. തൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങളെല്ലാം യേശു എടുക്കണം. പിന്നെ എൻ്റെ ജീവിതം എവിടെ എന്നാണ് അടുത്ത ചോദ്യം. എൻ്റെ ജീവിതം പോയില്ലേ? എൻ്റെ ജീവിതം കൊണ്ട് ഇനി എനിക്കെന്താ പ്രയോജനം? ഇതാണ് ഉടൻ തന്നെ ഇത് കേൾക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ വരുന്ന സംശയം. ആ സംശയത്തിന് യേശു മറുപടി പറയുകയാണ് 23-ാം വാക്യത്തിൽ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. യേശുവിൻ്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതം വേണ്ടെന്ന് വയ്ക്കുക. എൻ്റെ സ്വാധീനം, എൻ്റെ സ്വാതന്ത്ര്യം വേണ്ടെന്ന് വയ്ക്കുക. ഞാൻ സ്വയം മരിക്കാൻ തയ്യാറാകുക. എൻ്റെ എല്ലാ തീരുമാനങ്ങളും യേശുവിന് വിട്ടുകൊടുക്കുക. എൻ്റെ ജീവിതം ത്യജിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ജീവനെ രക്ഷിക്കുമെന്നാണ് യേശു പറഞ്ഞത്. നേരെ മറിച്ച്
ഇല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാനാണ് തീരുമാനിക്കുന്നത്. എനിക്ക് മരിക്കാൻ മനസ്സില്ല, ക്രൂശെടുക്കാൻ എനിക്ക് മനസ്സില്ല, എനിക്കെൻ്റെ ജീവിതം എന്ന നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവനെ കളയും എന്നാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആളുകൾ അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ജീവനും വിട്ടുകളയാൻ മനസ്സില്ലാതെ ഇരിക്കുന്നത്? അവർക്ക് ഈ ലോകത്തിൽ പല കാര്യങ്ങളും നേടണം. 24-ാം വാക്യത്തിൽ യേശു പറയുന്നത് അതാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളഞ്ഞാലോ, തന്നെത്താൻ ഛേദം വരുത്തിയാലോ എന്ത് പ്രയോജനം? ഈ ലോകത്തിൽ സമ്പാദിക്കുന്നതും ലഭിക്കുന്നതും എല്ലാം മുഴുവനായി നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നാൽ യേശുവിൻ്റെ ശിഷ്യനായി ജീവിക്കുവാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തി, സ്വയം ത്യജിച്ച് മരിക്കാൻ തയ്യാറായി യേശു എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി, അവനാണ് യേശുവിൻ്റെ ശിഷ്യൻ. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കാരണം അവനെക്കുറിച്ച് യേശു അഭിമാനിക്കുന്നു. യേശുവിനെക്കുറിച്ച് അവൻ ലജ്ജിക്കുവാൻ ഈ ലോകത്തിൽ വെച്ച് യേശുവിനെക്കുറിച്ചോ അവൻ്റെ വചനത്തെക്കുറിച്ചോ ലജ്ജിക്കാത്ത ഒരു വ്യക്തി, അവനെക്കുറിച്ച് യേശു ലജ്ജിക്കില്ല. ദൈവത്തിൻ്റെയും ദൂതന്മാരുടെയും മുമ്പാകെ അവനെ മാനിക്കും എന്നാണ് യേശു പറഞ്ഞത്. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് പുറകെ പോകുന്നവർ അവർ അവസാനം ദുഃഖിക്കും. കാരണം ഈ ലോകത്തിലുള്ളതൊന്നും ശാശ്വതമല്ല. എന്നാൽ യേശുവിനെ അനുസരിക്കുവാൻ, അവൻ്റെ ശിഷ്യനായി ജീവിക്കുവാൻ തീരുമാനിക്കുന്നവർ അവർ എന്നേക്കും നിൽക്കും. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. പ്രിയ സുഹൃത്തേ, നിങ്ങൾ ഒരുപക്ഷെ യേശുവിനെ കർത്താവായി വായ്കൊണ്ട് ഏറ്റു പറഞ്ഞിട്ടുണ്ടായിരിക്കാം. രക്ഷിക്കപ്പെട്ട ഒരാളാണ്, സ്വർഗത്തിൽ പോവും എന്നൊക്കെ കരുതിയിരിക്കുന്നയാളായിരിക്കാം. എന്നാൽ എൻ്റെ ചോദ്യം, താങ്കൾ വാസ്തവത്തിൽ യേശുവിൻ്റെ ശിഷ്യനാണോ? സ്വയത്തിന് മരിച്ച് യേശുവിനെ അനുഗമിക്കുവാൻ താങ്കൾ തീരുമാനിച്ചിട്ടുണ്ടോ? നിങ്ങളങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു ശിഷ്യനല്ല. നിങ്ങൾ ഈ ലോകത്തെയാണ് സ്നേഹിക്കുന്നത്, യേശുവിനെ അല്ല. നിങ്ങൾ യേശുവിനെക്കുറിച്ച് ലജ്ജിക്കുന്നു. യേശു താൻ മഹത്വധാരിയായി വരുമ്പോൾ താങ്കളെക്കുറിച്ച് ലജ്ജിക്കാനിട വരുമോ? അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. വചനദീപം